അല്ലിക്കുട്ടൻ ദേ ചോറുണ്ണുവാണേ. അവന് ചോറുണ്ണുന്നതാണ് ഇപ്പൊ ഏറ്റവും ഇഷ്ടം. അവന് നേരത്തെയൊക്കെ രാവിലെ ഉണ്ടാക്കുന്നതൊക്കെ കൊടുത്ത അവൻ കുറച്ചൊക്കെ കഴിക്കുമായിരുന്നു, ദോശയൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പൊ അവന് ദോശയും വേണ്ട, ചപ്പാത്തിയും വേണ്ട, ഒന്നും വേണ്ട. പെഡിഗ്രി കൊടുത്താലും അവൻ കുറച്ചൊക്കെ കഴിക്കുന്നുള്ളൂ. പിന്നെ പെഡിഗ്രി കഴിക്കാഞ്ഞിട്ട് അവന് ഞങ്ങൾ റോൾസ് വാങ്ങിച്ചു നോക്കി, അപ്പൊ അവൻ അത് ഒട്ടും വേണ്ട. അവനത് വന്ന് മണത്ത് നോക്കിയിട്ട് ഒരെണ്ണം പോലും അവൻ കഴിക്കാതെ കൊണ്ടാ പോയത്. അതേ സമയത്ത് അതൊക്കെ മാറ്റിയിട്ട് ചോറ് കൊണ്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ അവൻ മുഴുവൻ കഴിച്ചോളൂ. അവന് ഇഷ്ടം ചോറാ. അല്ലുക്കുട്ടൻ ചോറുണ്ണുന്നത് കാണാൻ നല്ല രസമാണെന്നും പറഞ്ഞാ ചേച്ചി അവൻ ഉണ്ണുന്നതും നോക്കി വന്നിരിക്കുന്നത്. അവൻ ദേ പൂച്ചേനെയാണേ തിരിഞ്ഞു നോക്കുന്നതേ. അങ്ങനെ ചോറൂണും ഒക്കെ കഴിഞ്ഞ് വെല്ലിച്ചേ അല്ലുക്കുട്ടനും കൂടെ സിറ്റോട്ടിൽ ഇരുന്ന് വിശ്രമിക്കുക. വെല്ലിച്ചയുടെ വീശുപാളയം കൊണ്ട് അല്ലുക്കുട്ടന് വീശിയൊക്കെ കൊടുക്കുക. വെല്ലിച്ചേടയിലാണെങ്കിൽ എപ്പോഴും ഈ വീശുപാള കാണും. വെല്ലിച്ചേനെ വീഡിയോയ്ക്കകത്ത് കാണിക്കുമ്പോഴൊക്കെ കാണാറില്ലേ വെല്ലിച്ചൻ ഈ വീശുപാളയം വെച്ചോണ്ടിരുന്ന് വീശുന്നത്. വെല്ലിച്ചന്റെ ആവി എടുക്കുന്നത് പോലെ തന്നെ അല്ലുക്കുട്ടനും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അല്ലുക്കുട്ടന് അടുത്ത് പോയിരിക്കുമ്പോഴൊക്കെ അച്ഛൻ ഇങ്ങനെ അവനെ വീശിക്കൊടുക്കും. വിശ്രമമൊക്കെ കഴിഞ്ഞതേ വെല്ലിച്ചതേ പുല്ല് പറിക്കാനാന്നും പറഞ്ഞ് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തേക്കിനിതേ അച്ഛയും അല്ലുക്കുട്ടനും കൂടെ മുറ്റത്തൂടെയൊക്കെ നടക്കാൻ ഇറങ്ങിയതാ. വെല്ലിച്ച ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്തൊക്കെ പറമ്പിലെ പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കും. അല്ലിക്കുട്ടന് മുറ്റത്തൂടെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൻ എപ്പോഴും അകത്ത് തന്നെ ആയതുകൊണ്ട് ഞങ്ങള് പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ അല്ലിക്കുട്ടനായിട്ട് ഇങ്ങനെ നടക്കും. ഞങ്ങൾക്കും ഒത്തിരി ഇഷ്ടം അവനെ ഇങ്ങനെ നടക്കുന്നത്. ഇനിത്തെ തലയണയുടെ പരിപാടിയായി. ഈ തലയണയ്ക്കാണ് അപ്പിടി കട്ടിയാ. അത് തല വെച്ചെന്ന പെടലി വേദന എടുക്കും. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് സ്പോഞ്ചൊക്കെ മാറ്റിയിട്ട് കനം കുറച്ച് വെക്കാന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ അത് അഴിക്കാനായിട്ട് തുടങ്ങുക. അന്നേരത്തേക്കിനാണ് വെല്ലിച്ചതേ പുല്ലുപറിയൊക്കെ കഴിഞ്ഞേച്ച് കയറി വരുന്നത്. അപ്പൊ അച്ഛൻ പറഞ്ഞു അച്ഛന്റെ തലയണയ്ക്കും അതുപോലെ അത് കട്ടി കൂടുതല, അച്ഛന്റെ തലവണയും കൂടെ ഒന്ന് ശരിയാക്കി കൊടുക്കണോന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് കാത്തു ചെന്ന് കാത്തുവിന്റെ തലയണ എടുത്തോണ്ട് വന്നത് അവളവിടെ കടക്കുക. അവളുടെ തലയണയും കൂടെ ശരിയാക്കി കൊടുക്കണോന്നും പറഞ്ഞുകൊണ്ട്. ഇന്ന് മുഴുവൻ എന്തായാലും അച്ഛയ്ക്ക് നല്ല പണിയാ. അതിനിടയ്ക്ക് ഈ കുരുത്തക്കെട്ട് ചെറുക്കൻ ആ സ്പോഞ്ച് എല്ലാം കടിച്ച് തിന്നുമായിരുന്നു. അവൻ ഈ സ്പോഞ്ച് എല്ലാം തിന്നുന്നത് കൊണ്ട് ഞാൻ അവനെ അവിടെ കൊണ്ടേ കെട്ടിയിട്ടതാ. അപ്പൊ അവൻ അവിടെ എങ്ങും ഇരിക്കാൻ പറ്റിയ. അവന് ഞങ്ങളുടെ ഇടയ്ക്ക് വന്നിരുന്നാലേ അവന് സമാധാനമാവുള്ളൂ. ഇന്നത്തെ കാത്തും കൂടെ കൂടും അച്ചയുടെ കൂടത്തിൽ ആ സ്പോഞ്ച് എല്ലാം വാരി ഇടാനായിട്ട്. അല്ലെങ്കിൽ അത് മുഴുവൻ അല്ലുക്കുട്ടന്റെ വയറ്റിലായിരിക്കും. അങ്ങനത്തെ തലയണ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് അല്ലുക്കുട്ടനെ കാണാനായിട്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേച്ചിമാര് രണ്ടുപേര് വരുന്നത്. അപ്പൊ അവൻ അവരെ ഇട്ടോണ്ട് പേടിപ്പിച്ചോണ്ടിരിക്കുക. ഇന്ന് അല്ലുക്കുട്ടനെ കാണാൻ വേണ്ടിയിട്ട് ചേച്ചിമാരുടെ കൂട്ടത്തില് കുഞ്ഞുവാവയും കൂടി വരുന്നുണ്ട്. കുഞ്ഞുവാവതെ ഞങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലത്തെയാ. കുഞ്ഞുവാവയുടെ അമ്മയ്ക്ക് ജോലി എറണാകുളത്താ. അപ്പോഴത്തേക്കിനെ ഇടയ്ക്കൊക്കെ ഉള്ളു കുഞ്ഞുവാവയും അമ്മയൊക്കെ ഇവിടെ വരുവുള്ളു. അല്ലുക്കുട്ടനാണേ കുഞ്ഞുവാവേനെ പേടിപ്പിച്ചോണ്ടിരിക്കുക. അല്ലുക്കുട്ടന്റെ പേടിപ്പീര് കണ്ടിട്ട് കുഞ്ഞുവാവയ്ക്ക് ചിരിയാ വരുന്നത്. പിന്നത്തെ കുഞ്ഞുവാവയുടെ അമ്മയും അശ്വതി ചേച്ചിയും കൂടെ വരുന്നുണ്ട്. അവർ രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചതാ കേട്ടോ. അവര് കുറച്ച് നാൾ കൂടി കണ്ടപ്പോഴത്തേക്കിനെ കുറെ വർത്താനമൊക്കെ പറഞ്ഞതേ വഴി നിൽക്കുമായിരുന്നു. പിന്നത്തെ കുഞ്ഞുവാവേനെ അല്ലുക്കുട്ടൻ പേടിപ്പിക്കുന്ന കണ്ടോണ്ട് കുഞ്ഞുവാവയുടെ അമ്മ ഇങ്ങോട്ട് കയറി വരുമായിരുന്നു. പിന്നത്തെ അല്ലുക്കുട്ടൻ എല്ലാരെയും പേടിപ്പിക്കുക. സത്യത്തിൽ അല്ലുക്കുട്ടനാണ് പേടി. എന്നിട്ട് അവൻ ചുമ്മാ ഇങ്ങനെ ഷോ ഇറക്കി ഇങ്ങനെ എല്ലാരെയും പേടിപ്പിക്കുന്ന പോലെ അവൻ അഭിനയിക്കുമെന്ന് തോന്നുന്നു. കുഞ്ഞുവാവയ്ക്കാണ് അല്ലുക്കുട്ടനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുഞ്ഞുവാവയുടെ ചിരി കണ്ടോ? കുഞ്ഞുവാവയ്ക്ക് അല്ലുക്കുട്ടനെ ഒന്ന് എടുത്താൽ കൊള്ളാമെന്നൊക്കെ ഉണ്ട്. കൈയൊക്കെ നീട്ടി വരുന്നുണ്ട്. പിന്നെ അല്ലുക്കുട്ടനെ ഒന്ന് തൊട്ട് നോക്കണമെന്ന് കുഞ്ഞുവാവയ്ക്ക്. അതിനു വേണ്ടിയിട്ട് ആവണി ചേച്ചി അല്ലുക്കുട്ടന്റെ അടുത്തേക്ക് കൊണ്ടുവരുവാ. അല്ലുക്കുട്ടനെ തൊടാനായിട്ട് നോക്കുമ്പോഴത്തേക്കിന് ഞാൻ കുഞ്ഞുവാവയുടെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാ. കുഞ്ഞുവാവയുടെ അമ്മ പറയുന്നുണ്ട്, എടാ വേണ്ടടാ, തൊടണ്ടടാ, നിന്നെ അല്ലു കടിക്കൂടാ എന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞുമാവ എന്തായാലും അല്ലുക്കുട്ടനെ തൊടാതെ സമ്മതിക്കുകയല്ലേ. അല്ലുക്കുട്ടനെ വന്ന് കുഞ്ഞാവ തൊട്ട് നോക്കുന്നുണ്ട്. ഞാൻ പിന്നത്തെ കുഞ്ഞാവയുടെ കൈ പിടിച്ച് അല്ലുക്കുട്ടനെ ഒന്ന് തൊടിയിപ്പിച്ച്. അപ്പോഴാ പിന്നെ കുഞ്ഞുമാവയ്ക്കൊന്ന് സമാധാനമായത്. ഒന്ന് തൊട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് പിന്നെ കുഞ്ഞുമാവയ്ക്ക് പിന്നെയും തൊടണം. പിന്നെ കുഞ്ഞുമാവ തൊട്ടുള്ള കളിയായിരുന്നു. പിന്നെ എല്ലാരും പോയി കഴിഞ്ഞപ്പോഴത്തേക്കിന് അല്ലുക്കുട്ടന് സങ്കടമായതേ. അല്ലുക്കുട്ടൻ പിന്നെ അവരുടെ പുറകെ പോവുക. ഇതാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ അവൻ പേടിപ്പിക്കുകയും ചെയ്യും. അവര് പോയി കഴിഞ്ഞാൽ അവൻ പുറകെ ചാടി പോവുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് അല്ലുക്കുട്ടന്റെ പുതിയ വിശേഷങ്ങള്. ഇനിയും അല്ലുക്കുട്ടന്റെ വിശേഷങ്ങളുമായി വീണ്ടും വരാം.